പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സുകളിൽ ഒന്നാമത്തേത് ജോൺ സിനയുടെ റിട്ടേണിനെ സംബന്ധിച്ചും രണ്ടാമത്തേത് റസൽമേനിയയിൽ സെത്ത് വേഴ്സസ് റാൻഡി ഓർട്ടൺ തമ്മിലുള്ള മത്സരം നടക്കാനുള്ള സാധ്യതകളെ സംബന്ധിച്ചുമാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ഒന്നാമതായി പങ്കുവെക്കാനുള്ളത് ജോൺ സിനയെ സംബന്ധിച്ചുള്ളതാണ്. ജോൺ സിന കഴിഞ്ഞ ദിവസം WWE NXT എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ വീക്ക്ലി ഷോസ് നടക്കുന്ന ആ ഒരു എറീനയിൽ അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇഞ്ചുറി മൂലം മാറി നിൽക്കുന്ന ഷാർലറ്റ് എന്ന സൂപ്പർ താരം ഇൻസ്റ്റഗ്രാമിൽ ജോൺസിനയ്ക്ക് ഒപ്പമുള്ള ഒരു ഫോട്ടോ പങ്കുവച്ചതിന് ശേഷമാണ് ജോൺസിന് അപ്പിയർ ചെയ്തു എന്നുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിച്ചത്. ജോൺസിന ഇത്തരത്തിൽ NXTയുടെ ബാക്ക് സ്റ്റേജിൽ വന്ന് പുതുമുഖ റെസ്ലേഴ്സിന് അദ്ദേഹത്തിൻ്റെ അഡ്വൈസും അവരുടെ ട്രെയിനിങ് ഒക്കെ കണ്ട് അവർക്ക് കൊടുക്കേണ്ട നിർദ്ദേശങ്ങളും ഒക്കെ ഇടയ്ക്ക് കൊടുക്കാറുണ്ട്. ഷാർലറ്റിൻ്റെ ഒരു റിട്ടേൺ, ഷാർലറ്റ് ഇപ്പോൾ ഇഞ്ചുറിയിൽ നിന്ന് മുക്തമായി താരം പതിയെ വർക്കൗട്ടൊക്കെ ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്ന് റിങ്ങിൽ കയറി ജസ്റ്റ് ഒന്ന് റിഹേഴ്സലൊക്കെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ജോൺസിന ഇനി ഫുൾ ആക്റ്റീവായിക്കൊണ്ട് പഴയ പോലെ WWE റിങ്ങിലേക്ക് സ്റ്റോറി ലൈൻ്റെ ഭാഗമായി ഇനി എന്ത് തിരിച്ചു വരുമെന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് യാതൊരുവിധ അപ്ഡേറ്റും ലഭിച്ചിട്ടില്ല. എന്തായാലും ബാക്ക് സ്റ്റേജിൽ ജോൺസിന അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ് നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ സെത്ത് റോളിൻസ് റസൽമേനിയയിൽ റാൻഡി ഓർട്ടനെതിരെയുള്ള ഒരു റീമാച്ച് ഒരിക്കൽ കൂടി ആവശ്യമുണ്ട് എന്നുള്ളത് പറഞ്ഞതിനെ സംബന്ധിച്ചാണ്. ഒരു ഇൻ്റർവ്യൂവിലാണ് സെത്ത് റോളിൻസ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പങ്കുവെക്കുന്നത്. അതായത് റാൻഡി ഓർട്ടൻ്റെ ഒരു ഐക്കോണിക് RKO റസൽമേനിയയിൽ സെത്ത് റോളിൻസിന് എതിരെ ഉള്ളതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു ഫ്യൂഡ് അല്ലെങ്കിൽ ആ ഒരു മത്സരം ഒരിക്കൽ കൂടി റസൽമേനിയയിൽ നടന്ന് കാണണം എന്നുള്ളത് സെത്ത് റോളിൻസ് ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സാധ്യതകൾ ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നു. കാരണം എലിമിനേഷൻ ചേംബറിൽ നടക്കാൻ പോകുന്ന നമ്പർ 1 കണ്ടൻഡർ മത്സരത്തിൽ റാൻഡി ഓർട്ടൺ വിജയിച്ചാൽ അദ്ദേഹത്തിന് സെത്ത് റോളിൻസിന് എതിരെയുള്ള ഒരു വേൾഡ് ടൈറ്റിൽ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിന് കളിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ സെത്ത് ആഗ്രഹിച്ച പോലെ അദ്ദേഹത്തിന് ആ ഒരു റീമാച്ച് ലഭിക്കുകയും ചെയ്യും. കൂടാതെ റാൻഡി ഓർട്ടൻ്റെ ആരാധകർ ആഗ്രഹിച്ച പോലെ റാൻഡി ഓർട്ടനെ ഒരിക്കൽ കൂടി ചാമ്പ്യനായി കാണാനും നമുക്ക് സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്കാണ് സ്റ്റോറി ലൈൻ എത്തുന്നത് എന്ന് തന്നെ കരുതാം. എന്തായാലും എലിമിനേഷൻ ചേംബറിൽ ആര് വിജയിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ബെറ്റിംഗ് സൈറ്റുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഡ്രൂ മാക്കൻഡയർ ആണ് ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്നത് എന്നാണ്. അപ്പോൾ ഡ്രൂ മാക്കൻഡയർ വേഴ്സസ് സെത്ത് തമ്മിലുള്ള ഒരു മത്സരത്തിനാണോ അതോ റാൻഡി ഓർട്ടൺ വേഴ്സസ് സെത്ത് തമ്മിലുള്ള ഒരു മത്സരത്തിനാണോ റസൽമേനിയയിൽ നിങ്ങൾ കാത്തിരിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.